സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനാ പരമ്പരകളുടെ 4ാം ദിന രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ബലപ്പെടുത്തുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സൗണ്ടിനൊരിച്ചിരി പ്രയാസമുണ്ട്. ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇടുക്കിയിൽ ഹോസ്റ്റ് ചെയ്ത കേരളത്തിൽ നടന്ന ഒരു മീറ്റിങ്ങിനായിരുന്നു. ആ മീറ്റിങ്ങിനെ സംബന്ധിച്ചൊരൊക്കെയും കാണുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ എവർലാസ്റ്റിംഗ് കിങ്ഡം മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ ഷൈമോൻ തങ്കച്ചൻ എൻ്റെ ജെൻസി ഒരു കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ബിഷപ്പ് പാസ്റ്റർ ബിനു ജോണുമായിട്ട് വീണ്ടും ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ സർവകൃപാലുവായ ദൈവം ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏത് മീറ്റിങ്ങിൽ കയറിയാലും ഞാൻ വീഡിയോ ഓണാക്കിയാ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവദാസൻ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ ഓണാക്കിയോടെ നിർത്തിയ നോ പ്രോബ്ലം. അത് വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ. അദ്ദേഹം ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പറഞ്ഞ് ഞാൻ എല്ലാ മാസവും ഇനിയും ഒരു ഡേറ്റ് മാറ്റിയിട്ടിരിക്കുക. അദ്ദേഹത്തിന് അറിയാം. ഞങ്ങളുടെ മിനിസ്ട്രിയിലൊക്കെ കടന്നു വന്ന് കഴിഞ്ഞ ശനിയാഴ്ച അനുഗ്രഹിക്കപ്പെട്ട വർഷം ലീഡ് ചെയ്തത് വളരെ അനുഗ്രഹമായിരുന്നു. പലരും എന്നെ വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. ഞങ്ങളെ ഏതോ ഒരു ലോകത്തിലേക്ക് ആദ്യമായിട്ടൊക്കെ സംബന്ധിക്കുന്നവർ പറഞ്ഞതാ. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഒരുമിച്ച് വീണ്ടും ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുഖപരിചയമുള്ള ധാരാളം ദൈവദാസന്മാർ ദൈവദാസിമാർ ഞാൻ കാണുന്നു. ആരുടെയും പേര് പറഞ്ഞ് ആ മുഖത്തിൽ പേര് പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മീറ്റിങ്ങിൽ ദൈവാത്മാവിനോട് ശക്തമായിട്ട് ഇടപെട്ട ഒരു ദൂത് ലഭിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്താ വിഷയം ചാരത്തിൽ നിന്നും ഉയരുന്ന മഹത്വം. ചാരത്തിൽ നിന്നും ഉയരുന്ന മഹത്വം ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. എസ്ര ചാപ്റ്റർ 3 വേഴ്സ് 6. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഏഴാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിച്ചു തുടങ്ങി. ഒന്നാമത്തെ ചിന്ത, യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിച്ചു തുടങ്ങി. നാട്ടിലൊക്കെ ഏകദേശം 9:30 ചെറിയ ഉറക്ക ക്ഷീണമൊക്കെ വരുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഹോമയാഗം പോലെ കഴിക്കുമ്പോൾ നമ്മൾ സ്തോത്രം പറയും. അതൊരു വായിക്കോട്ടെ വരുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞാൽ ആ ഉറക്കം അങ്ങ് മാറിക്കോളും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. വാ പൊളിയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഉറക്കത്തിന്റെ വായിക്കോട്ടെ മാറിക്കോളും കേട്ടോ. അപ്പോൾ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിച്ചു തുടങ്ങി. 2, ഹോമയാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരാധന ഉയർന്നു. ആരാധന ഉയർന്നപ്പോഴും യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇതുവരെയും ഇട്ടിരുന്നില്ല. ഈ ഒരു ഭാഗമാ ഇന്ന് രാത്രിക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. ആലയത്തിന്റെ പണി ആരംഭിക്കുന്നതിന് മുമ്പ് നിന്റെ അതരത്തിൽ നിന്ന് ആരാധനയുടെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് തകർന്ന മണ്ഡലങ്ങളുടെ നടുവിലും നടക്കത്തില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവത്തിന്റെ ആലയം ഇന്ന് രാത്രിക്കാലം ഉയരുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുമ്പോൾ എത്ര പേർ ആമേൻ പറയുന്നു? ഏവർക്കും സുപരിതമായ വേദഭാഗമായതുകൊണ്ട് പുതുതായിട്ടൊക്കെ സംബന്ധിക്കുന്നവരുണ്ട്. ഇതൊരു പഴയ നിയമത്തിൽ നിന്ന് എടുത്തത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആമുഖം പറയുന്നു. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ വാക്യത്തിന്റെ പിന്നിൽ ഏകദേശം 70 വർഷത്തെ കണ്ണുനീരുണ്ട്. യഹൂദ ജനത ദൈവത്തെ അനുസരിക്കാതെ
വിഗ്രഹാരാധനയിലും അനീതിയിലും ജീവിച്ചതിനാൽ ദൈവം പ്രവാചകന്മാരിൽ കൂടി പലവട്ടം അവർക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവരുടെ ഹൃദയത്തിൽ യാതൊരു അനുതാപവും ഉണ്ടായില്ല. അതിനാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിച്ചു. നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിച്ചപ്പോൾ ദേവാലയം കത്തിക്കപ്പെട്ടു, നഗരത്തിന്റെ മതിലുകൾ തകർന്നു, വിശുദ്ധ ഉപകരണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. ജനങ്ങൾ ബാബേലിലേക്ക് അവർ തടവിലായി കൊണ്ടുപോകപ്പെട്ടു. വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ഒരു കാലത്ത് ദൈവമഹത്വം നിറഞ്ഞിരുന്ന നഗരം ഇപ്പോൾ ചാരമാക്കപ്പെട്ട അവസ്ഥയാണ്. ഒരു കാലത്ത് ആരാധന ഉയർന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിശബ്ദത മാത്രമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഉപവാസ പ്രാർത്ഥനയുടെ 4ാം ദിന രാത്രിയിൽ വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി ചാരമായി മാറിയില്ല. എന്റെ കുഞ്ഞെ, നിന്റെ ഇന്നലകളിലെ അവസ്ഥകൾ, ഇന്നലകളിലെ അനുഭവങ്ങൾ ഒരു വശത്ത് നീ തകർന്നു വന്ന ലോകം നിന്നെ കുറിച്ച് ചിത്രീകരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആഴത്തിൽ ഇടപെടുകയ. നിന്നോടും നിന്റെ തലമുറയോടും നിന്റെ കുടുംബത്തോടും ദൈവം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലകത്തിലെ ഒരു ശക്തികൾക്കും ആ ഉടമ്പടിയെ ചാരമാക്കി മാറ്റുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ എത്ര പേർ എന്നോടുകൂടെ ചേർന്ന് ആമേൻ പറയുന്നു. ഇന്ന് നിന്റെ മുന്നിൽ കാണുന്ന ചാരങ്ങൾക്കോ, ഇന്ന് നിന്റെ മുന്നിൽ കാണുന്ന അവശിഷ്ടങ്ങൾക്കോ നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ചാരമാക്കുവാൻ കഴിയത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ എത്ര പേർ ഈ ദൂതിന് മുന്നിൽ പ്രതികരിക്കുന്നു. നിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ മേല, നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളുടെ മേല, നിന്നെ മാറ്റി നിർത്തിയ അനുഭവങ്ങളുടെ മേല പലതും പറയുന്നു നീ ചാരമാക്കപ്പെട്ടു പോയെന്ന്. നിന്റെ സാഹചര്യങ്ങൾ ചാരമാകാം, എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടികൾ ചാരമാകത്തില്ല എന്ന് ഞാൻ ആലോചന കൈമാറുന്നു. ആരോടൊക്കെയോ അതിശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുക. ഒരു കാലത്ത് ആരാധന ഉയർന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിശബ്ദത മാത്രം. പ്രിയമുള്ളവരെ, നമ്മളെ ഏവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം, ദൈവത്തിന്റെ ഉടമ്പടികൾ ചാരമായി മാറിയില്ല. 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ വാഗ്ദത്തത്തെ ഓർത്തു. നിങ്ങൾക്കറിയാമോ, പേർഷ്യൻ രാജാവായ കോരശിനെ ദൈവം ഉപയോഗിച്ച് അവനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരിച്ചു പോവുക, ദൈവത്തിന്റെ ആലയം പണിയുക. ഈ തീരുമാനം എന്ന് പറയുന്നത് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലായിരുന്നു, ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ ഉടമ്പടി നിന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഉടമ്പടി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കേട്ടിട്ടുണ്ടെങ്കിൽ, തലമുറകൾ തലമുറകൾ അത് നേരിൽ കാണും. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ആ ഉടമ്പടി നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ അനുഭവിക്കുമെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എത്ര പേർ ആമേൻ പറയുന്നു? രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആരോടോ തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് വിവേചിച്ചു പറയുക. നീ ജോലി തേടി വിദേശത്ത് പോയിട്ടും നീ ചോദിക്കുന്നില്ലേ, ദൈവമേ വാഗ്ദത്തം എവിടെ? ഇന്നലകളിൽ എന്റെ കുടുംബത്തിന് ഞാൻ കേട്ട പ്രാർത്ഥനയുടെ മറുപടികൾ എവിടെ? എന്റെ കുഞ്ഞെ, തളർന്നു പോകരുത്. രോഗങ്ങളുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും അഴുകിപ്പോകുന്നതല്ല ദൈവത്തിന്റെ ഉടമ്പടി. നിന്റെ കണ്ണുനീരിന്റെ മുന്നിൽ ആ ഉടമ്പടി വെളിപ്പെടും. നിന്റെ തകർച്ചയുടെ മുന്നിൽ ആ ഉടമ്പടി വെളിപ്പെടും. നിന്റെ നിലവിളിയുടെ മുൻപിൽ ആ നിലവിളി വെളിപ്പെടുമെന്ന് ഞാൻ ആലോചന കൈമാറട്ടോ. അടുത്തത് ദൈവത്തിന്റെ ഉടമ്പടി. ഒന്നാമത്തെ ചിന്തയാ, ദൈവത്തിന്റെ ഉടമ്പടി ചാരമായി മാറിയില്ല. എന്തോ പ്രിയമുള്ളവരെ, ചാരത്തിന്റെ അവസ്ഥ നമുക്കറിയാം. യെരുശലേം ദേവാലയത്തിന്റെ, യെരുശലേം നഗരത്തിന്റെ അവസ്ഥ. ശത്രുവിന്റെ ആക്രമണത്തിൽ യെരുശലേം ചാരമായി പോയപ്പോൾ, ആലയം കത്തിപ്പോയപ്പോൾ, മതിലുകൾ ഇടിഞ്ഞു വീണപ്പോൾ, ജനങ്ങൾ തടവിലായപ്പോൾ പുറമെ നോക്കിയാൽ എല്ലാം അവസാനിച്ചതുപോലെയാ തോന്നിയത്.
എന്നാൽ ശത്രു കൊണ്ടുവന്ന തീയുടെ ശക്തികൾക്ക് ദൈവത്തിന്റെ ഉടമ്പടിയെ ചാരമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരോടോ ദൈവമാവ് തൊട്ട് സംസാരിക്കുക. ദൈവത്തിന്റെ തീയുടെ മുന്നിൽ ശത്രുവിന്റെ തീ അടുക്കുവാൻ കഴിയത്തില്ല. നിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗത്തിന്റെ ഉടമ്പടികൾ നിന്റെ കുടുംബത്തിലോ നിന്റെ മിനിസ്ട്രിയിലോ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദുഷ്ട പിശാചു കൊണ്ടുവരുന്ന ഒരു തീക്കും ആ ഉടമ്പടിയെ ചാരമാക്കാൻ കഴിയത്തില്ല. പറയാമോ? ഒരാമൻ പറയാമോ? അതുകൊണ്ട് നിന്നോടും നിന്റെ കുടുംബത്തോടും ദൈവം ചെയ്ത ചില ഉടമ്പടികളെ, ചില വാഗ്ദത്തങ്ങളെ ഏതെല്ലാം വിധത്തിൽ ശത്രുവായവൻ തല്ലിത്തകർക്കുവാൻ നോക്കിയാലും ദൈവിക വിശ്വസ്തത നിന്റെ മേലുള്ളിടത്തോളം കാലം എന്റെ കുഞ്ഞ് ഇന്നലകളിൽ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിന രാത്രിയിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു ആമേൻ പറയട്ടെ. എന്നോടും എന്റെ കുഞ്ഞിനോടും ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഉടമ്പടികൾ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഉറപ്പിക്കത്തില്ല, ഉറയ്ക്കത്തില്ല എന്ന് ഞാൻ കാണുന്ന സാഹചര്യമല്ല എനിക്ക് വലുത്. ഞാൻ കേട്ട വാഗ്ദത്തമാ വലുത്, ഞാൻ കേട്ട ഉടമ്പടിയാ വലുത്. ദൈവത്തിന്റെ നിയമത്തെ ദൈവം ഓർക്കുന്നവനാ. എനിക്കറിയത്തില്ല ഈ മീറ്റിംഗിൽ ഈ 4-ാം ദിന രാത്രിയിലെ സാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ മീറ്റിംഗിൽ വെളിപ്പെടുകയാണ്. കുഞ്ഞെ, 4-ാം ദിവസം എന്ന് പറയുന്നത് മരിച്ചഴുകി ദുർഗന്ധം വമിച്ച ഡെഡ് ബോഡിയുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ജീവൻ സ്പർശിച്ചപ്പോൾ ലാസറിന്റെ ലാസറിനെ ജീവനുള്ള വ്യക്തിയായി പുറത്തു കൊണ്ടുവന്ന പുനഃസ്ഥാപനത്തിന്റെ കരം നിന്റെ നഷ്ടപ്പെട്ട അനുഭവങ്ങളുടെ മേൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ എത്ര പേർ ഒരാമേൻ പറയുന്നു? ഇന്നലകളിൽ നഷ്ടപ്പെട്ട, ഇന്നലകളിൽ ദുർഗന്ധം വമിച്ച, ഇന്നലകളിൽ നാറ്റം വെച്ച എന്റെ അനുഭവത്തിന്റെ മേലും ഒരു പുനഃസ്ഥാപനം നടത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മുന്നിൽ അവശിഷ്ടങ്ങളുടെ ദുർഗന്ധമാണ് നീ കാണുന്നത്. തകർന്ന കത്തിക്കറിഞ്ഞ അനുഭവങ്ങളുടെ പഴയ ഓർമ്മകളാ നിന്റെ മുന്നിൽ എന്റെ കുഞ്ഞെ കാണുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ പറ, അവശിഷ്ടങ്ങൾക്കിടയിലും ഞാൻ കേട്ട ഉടമ്പടിയുണ്ടല്ലോ, ദൈവം എന്നോട് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, അത് അഴിയത്തില്ല. എത്ര ദുർഗന്ധത്തിന്റെ നടുവിൽ നിന്നും അതെന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ നിൽക്കുക. കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് അവസാനിപ്പിക്കണം. അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഏവർക്കും അറിയാം, ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഒരു 70 വർഷത്തിന് ശേഷം അവരുടെ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മടങ്ങി വന്നു. അവരുടെ മുന്നിൽ കത്തിക്കരിഞ്ഞ കല്ലുകളായി അവർ കാണുന്നത്. ഇപ്പോൾ അവരുടെ മുന്നിൽ തകർന്ന മതിലുകളെയാ കാണുന്നത്. പക്ഷേ ശത്രു കൊണ്ടുവന്ന തീയുടെ ശക്തികൾക്ക് കല്ലുകളെ കത്തിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അവരുടെ കയ്യിലുള്ള വാളുകൾക്ക് ശരീരങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം. ശത്രുവിന് നഗരങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അവിടെ നിന്നൊരാലോചന ഞാൻ കൈമാറുക. എന്നാൽ ദൈവത്തിന്റെ വചനത്തെയോ തന്റെ വാഗ്ദത്തത്തെയോ ദൈവം തിരഞ്ഞെടുത്ത തന്റെ ലക്ഷ്യത്തെയോ തകർക്കുവാൻ പിശാചിനോ അവന്റെ പ്രവർത്തനങ്ങൾക്കോ കഴിയുകയില്ല എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ ദൂതിന് മുന്നിൽ പ്രതികരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ശത്രു കൊണ്ടുവന്ന തീയുടെ ശക്തികൾക്ക് കല്ലുകളെ കരിക്കുവാൻ കഴിയും, എന്നാൽ നിന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കരിപ്പിക്കുവാൻ, കരിച്ചു കളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കുഞ്ഞുങ്ങളെ, കയ്യിലുള്ള ശത്രുവിന്റെ കയ്യിലുള്ള വാളുകൾക്ക് നിന്റെ ശരീരത്തിൽ മുറിവുകൾ വരുത്താം, മുറിവിന്റെ പാടുകൾ വരുത്താം, എന്നാൽ നിന്റെ ഉള്ളിലായിരിക്കുന്ന അഭിഷേകത്തെ തൊടുവാൻ ഒരു ശത്രുവിന്റെ വാളിനും ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെ വരെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ ദൈവത്തിന്റെ വചനം. ഇന്ന് ചില ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം
പഴയ നിയമകാലത്തിൽ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ അതിന്റെ നിവൃത്തി, അതിന്റെ പൂർത്തീകരണം സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരുന്നില്ല. ആയിരുന്നോ? എന്തോ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി? ഉറങ്ങിപ്പോവല്ലേ? ഈ മീറ്റിംഗ് ഓഡിയോയിൽ ഇരിക്കുമ്പം പിന്നെ നമുക്ക് അറിയത്തുമില്ല. കറുത്ത പ്രതലവും വെളുത്ത അക്ഷരമാണ്. നമ്മുടെ നാട്ടിലെ ആ ശവക്കല്ലറയുടെ മാർബിളിനെയൊക്കെ ഓർമ്മ വരുന്നത്. കാരണം കറുത്ത മാർബിളിൽ വെളുത്ത ശരീരം അല്ലേ, വെളുത്ത അല്ലേ പേരിൽ എഴുതിയിരിക്കുന്നത്. ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലേ. ഞാൻ ചോദിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി എന്തുവാ എന്ന് പറഞ്ഞ് അറിയാവുന്നവർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഉണരുമല്ലോ. കണ്ണടച്ച് പോയാലും പെട്ടെന്ന് എന്തോ ചോദിച്ചെന്ന് പറഞ്ഞ് ഇല്ലേ ചാടി എഴുന്നേൽക്കത്തില്ലേ? എന്തുവാ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഉടമ്പടി? എടാ, ഒരു തലമുറ ജനിക്കുന്നതിന് മുമ്പ് ഉടമ്പടി പറഞ്ഞ ദൈവം അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭാവി കാണാതെ ഇരിക്കുമ്പോൾ അവന്റെ ഭാവിയെ കുറിച്ച് ഉടമ്പടി ചെയ്ത ദൈവം അബ്രഹാം മരിച്ചുപോയെങ്കിലും അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം പറ, അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാ. ഇസഹാക്കിനോട് ഉടമ്പടി ചെയ്ത ദൈവം എന്റെ ദൈവമാ. യാക്കോബിനോട് ഉടമ്പടി ചെയ്ത ദൈവം എന്റെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ ഉടമ്പടിയെ ഞാൻ കേൾക്കുക മാത്രമല്ല, എന്റെ തലമുറയിൽ കൂടെ ആ ഉടമ്പടിയുടെ പൂർത്തീകരണം നിറവേറുമെന്ന് പറ. ഇവിടെ ഞാൻ പറഞ്ഞു, ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ അതിന്റെ പൂർത്തീകരണം സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ലായിരുന്നു. ഇസ്രായേൽ വിശ്വസ്തരായിരുന്നത് കൊണ്ടല്ല ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നത്. ഇന്ന് പലരും പറയും, ചിലരൊക്കെ മടങ്ങി വന്നല്ലോ, അതുകൊണ്ട് അവരൊക്കെ അങ്ങ് വിശ്വസ്തരായതുകൊണ്ടാ. നോ, ചില സമയങ്ങളിൽ നീ അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത ഉള്ളതുകൊണ്ടാ കുഞ്ഞെ ഇന്നും ജീവനോടെ നിൽക്കുന്നത്. എത്രയൊക്കെ രാമൻ പറയാൻ ഇടയായിത്തീരും. എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടും എന്റെ ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിച്ചത് കൊണ്ടല്ലേ ഇന്നും ഇന്നലകളിലെ കോവിഡിനെയൊക്കെയും മറികടന്ന് അല്ലേ, എത്ര വലിവിന്റെ അസുഖം ഉണ്ടായിട്ടും, എത്ര ഷുഗർ ഉണ്ടായിരുന്നിട്ടും, എത്ര പ്രഷറിന്റെ അസുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാടിയാരമ്പുകളെ നിയന്ത്രിച്ചത് ദൈവത്തിന്റെ വിശ്വസ്തത. നിന്നെ പോലെ നിന്റെ പ്രായത്തെക്കാൾ കുറവുള്ളവർ, നിന്റെ സമപ്രായക്കാർ, നിന്റെ പ്രായത്തെക്കാൾ മുതിർന്നവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് മണ്ണോട് മണ്ണായി തീർന്നപ്പോഴും നിന്റെ ബലഹീന ശരീരത്തിൽ ഇപ്പോഴും നിന്നെ പൂർണ്ണാരോഗ്യത്തോടു കൂടെ നിർത്തുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാകുഞ്ഞേ. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കുകൾ അതിന് വിശ്വസ്തതയുണ്ട്. താൻ പറഞ്ഞ വാക്കിനോട് ദൈവം വിശ്വസ്തനായിരുന്നു. എന്റെ കുഞ്ഞെ, ദൈവം ചെയ്ത ഉടമ്പടികൾ തീയുടെ മുൻപിൽ ദഹിച്ചു പോകുന്നില്ല എങ്കിൽ, ബാബിലോന്യ ശക്തികളുടെ മുമ്പിൽ മോഷ്ടിക്കപ്പെടുന്നില്ല എങ്കിൽ, കാലത്തിനനുസരിച്ച് പഴകിപ്പോകുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. അത് നിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ചാരമായി തോന്നുന്ന നിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആദ്യം ചെറിയ നഷ്ടങ്ങളായി തോന്നിയത് പിന്നീട് വലിയ തകർച്ചകളായി മാറിയത് ഇപ്പോൾ നിനക്ക് തിരികെ വരാൻ കഴിയാത്തതുപോലെ തോന്നുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന സഹോദരി, നിന്നോടുള്ള പർട്ടിക്കുലർ മെസ്സേജാ. നഷ്ടപ്പെട്ട നിന്റെ വർഷങ്ങൾ, തകർന്ന നിന്റെ ബന്ധങ്ങൾ, അടഞ്ഞ നിന്റെ വാതിലുകൾ, നിന്റെ പരാജയപ്പെട്ട പദ്ധതികൾ, പക്ഷേ ദൈവം നിന്നോട് പറഞ്ഞ വചനം സത്യമായിരുന്നുവെങ്കിൽ നിന്റെ സാഹചര്യം ചാരമായാലും ദൈവത്തിന്റെ ഉടമ്പടി ചാരമായിട്ടില്ല. എത്ര പേർ ആമേൻ പറയുന്നു? എന്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾക്കിടയിലും, എന്റെ തകർന്ന ബന്ധങ്ങളുടെ അനുഭവത്തിൽ നിന്നും, എന്റെ അടഞ്ഞ വാതിലുകളുടെ നടുവിലും, എന്റെ പരാജയപ്പെട്ട പദ്ധതി
പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ കേട്ട വാഗ്ദത്തത്തിന്റെ ആ ഉടമ്പടി ഉണ്ടല്ലോ, അത് ചാരമാകത്തില്ല. എന്റെ സാഹചര്യം ചാരമായി മാറട്ടെ, എന്റെ ബന്ധങ്ങൾ ചാരമായി മാറിയാലും, എന്റെ കടന്നുപോയ വർഷങ്ങൾ ചാരമായി മാറിയാലും എനിക്കുറപ്പുണ്ട്, ദൈവത്തിന്റെ ഉടമ്പടി ചാരമാറി മാറത്തില്ല. ഇവിടെ ഇസ്രായേൽ ജനം മടങ്ങി വന്നപ്പോൾ ശത്രു വിചാരിച്ചു, ഒന്ന് ശ്രദ്ധിച്ചേ, ശത്രു വിചാരിച്ചത് എന്തുവാ? എടാ, ഞാൻ ഈ ആലയം കത്തിച്ചാൽ ഇതോടുകൂടി ഇവന്റെ ആരാധന കഴിഞ്ഞു. ശരിയാണോ? ഇതോടുകൂടി ഇവളുടെ ആരാധന കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ മറുപടി എന്താണെന്നറിയാമോ? എടാ പിശാചേ, നിനക്കാലയത്തെ ചിലപ്പോൾ കത്തിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ സാന്നിധ്യത്തെ നിനക്ക് കത്തിക്കാൻ കഴിയത്തില്ല. ആരോടൊക്കെയോ ദൂത് കൈമാറുക, നിന്റെ ആരാധനയ്ക്ക് മുടക്കം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിൽ ഇന്നലകളിൽ ഉയർന്ന ആരാധനയ്ക്ക് ആരെങ്കിലും മങ്ങലേൽപ്പിക്കുവാൻ, തടസ്സം സൃഷ്ടിക്കുവാൻ ദുഷ്ട പിശാച് ആരെയെങ്കിലും കരങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരി തകർന്നു പോകരുത്. ദൈവം നിന്നോട് പറയുക, എടാ പിശാച്, നിനക്ക് ആലയത്തെ നശിപ്പിക്കാൻ കഴിയാം, ആലയത്തിന്റെ മതിലുകൾ തകർക്കുവാൻ കഴിയാം. എന്നാൽ ആ ഭക്തന്റെ മേൽ ഞാൻ ഇറങ്ങി വരുന്ന ആ സാന്നിധ്യമുണ്ടല്ലോ, ആ സാന്നിധ്യത്തെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നു? ആരോടോ ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഇടപെടുക. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഏതെല്ലാം ദുഷ്ട പിശാച് കല്ലുകൾ വലിച്ചെറിയാൻ നോക്കിയാലും, അവൻ നിന്നെ ആക്രമിക്കുവാൻ നോക്കിയാലും, അതിന്റെ നടുവിൽ പറ, ഞാൻ ഒരു സാന്നിധ്യത്തിന്റെ നടുവില്ല. ഏതെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഏതെല്ലാം വ്യക്തികളെ ഉപയോഗിച്ച് ദുഷ്ട പിശാച് നിന്റെ മുന്നോട്ടുള്ള ആത്മീയതയെ തടസ്സപ്പെടുത്തുവാൻ ഒരു വശത്ത് എഴുന്നേൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ പറ, എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യത്തെ ദുഷ്ട പിശാചിന് തൊടാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രു അടുത്തത് വിചാരിച്ച എന്താണെന്നറിയാമോ? എടാ, ഈ പട്ടണം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു. നിങ്ങളെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഈ വചനമൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ ദൈവത്തിനെടാ പിശാചിനോട് കൊടുക്കാനുള്ള മറുപടി എന്താണെന്നറിയാമോ? എടാ പിശാചേ, തകർന്നു കിടക്കുന്ന പട്ടണത്തിന്റെ മുൻപിൽ തകർന്നു പോകുന്നതല്ലടാ എന്റെ പദ്ധതി. ഇത്രവർക്ക് ഈ മെസ്സേജ് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പല കണക്കുകൂട്ടലുകളും തെറ്റുമ്പോൾ, കുഞ്ഞിനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ തെറ്റപ്പെട്ട വ്യക്തിയാണോ പ്രിയ സഹോദരി? കുഞ്ഞിന്റെ വിവാഹക്കാര്യത്തിൽ പല കണക്കുകൂട്ടലുകളും നിന്റെ തെറ്റിപ്പോയെന്നല്ല നിന്റെ മാനസിക നില പറയുന്നത്. നിന്റെ ബിസിനസ്സിലെ പരാജയം, ഇന്നനുഭവിക്കുന്ന പരാജയം കാണുമ്പോൾ നീ ചിന്തിക്കുന്നത്, എന്റെ മാനസിക നില തെറ്റിപ്പോയോ? പക്ഷേ ഒരു വശത്ത് ടെമ്പററി ആയിട്ട ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. അതിന്റെ നടുവിൽ പറയണം, ഈ പട്ടണം തകർന്നു പോയാലും, ഈ പട്ടണം നശിച്ചു പോയാലും, എന്നോടും എന്റെ കുടുംബത്തോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ പദ്ധതി ഈ പട്ടണത്തിന്റെ തകർച്ചയിൽ തകർന്നു പോകുന്നതല്ല. ഞാൻ തന്നെ അവനെ കാണും, എന്റെ സ്വന്തം കണ്ണാൽ അവനെ കാണും. ഇന്നലകളിൽ കേട്ട അറിവേ ഉള്ളായിരുന്നു, എന്നാൽ ഈ തകർച്ചയുടെ നടുവില അവന്റെ പൊന്മുഖം ഞാൻ കാണുന്നത്. എത്ര പേർ ആമേൻ പറയുന്നു? ചില പ്രശ്നങ്ങളുടെ നടുവില, ചില പ്രതികൂലത്തിന്റെ നടുവില എന്റെ കുഞ്ഞെ ദൈവത്തിന്റെ പൊന്മുഖം നിനക്ക് നേരിൽ കാണുവാൻ ദൈവം ഇടയാക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ദൈവം പ്രിയ സഹോദരി നിന്നോടും നിന്റെ കുടുംബത്തോടും ചെയ്ത ഉടമ്പടികളുണ്ടല്ലോ, അത് മനുഷ്യരുടെ അഭിപ്രായത്തിൽ നിലനിൽക്കുന്നതല്ല,
ദൈവത്തിന്റെ വിശ്വസ്തതയാലാ നിലനിൽക്കുന്നത്. ഒരാമേൻ പറ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഉറപ്പോടുകൂടെ പറയണം, ദൈവത്തിന്റെ വിശ്വസ്തതയാ ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഈ പട്ടണത്തിൽ ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് എന്റെ ജോലി സ്ഥലത്ത് ഞാൻ നന്മ അനുഭവിക്കുന്നത്. അനേകരെ ലോങ് ലീവിൽ പറഞ്ഞു വിട്ടപ്പോഴും എനിക്കവിടെ പ്രമോഷൻ നൽകി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാകട്ടോ. ആരോടോ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. പലരുടെയും ജീവിതത്തിൽ തകർച്ച വന്നപ്പോൾ അതേ സ്ഥലത്ത് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്, നിന്റെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവന്നത് നിന്റെ കഴിവല്ല, നിന്റെ വിദ്യാഭ്യാസമല്ല, ദൈവം നിന്നോട് ചെയ്ത വിശ്വസ്തതയാകട്ടോ. പ്രാർത്ഥിക്കാൻ നീ സമയം കണ്ടെത്തിയത്, ആരാധിക്കാൻ നീ സമയം മാറ്റിവെച്ചത് ദൈവം കണ്ടിട്ടുണ്ട്. അതവന്റെ വിശ്വസ്തതയാണ്. എന്നൂടെ പറഞ്ഞാൽ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക്, ഈ പദം നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിന്റെ ചാരത്തിന്മേലും ജീവൻ സൃഷ്ടിക്കും. ഒരാമേൻ പറ. ഈ ചാരത്തിന്റെ അനുഭവത്തിലും എന്റെ മുന്നിൽ ജീവൻ സൃഷ്ടിക്കുന്നതാ ദൈവം എന്നോട് പറഞ്ഞ വാക്ക്. ലാൽജിയം ദൈവാത്മാവ് ശക്തമായിട്ട് പ്രിയ സഹോദരി നിന്നോട് ഇടപെടുക. ഇന്നലകളിലെ നിന്റെ കാഴ്ചകൾ, ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവങ്ങൾ ചാരത്തിൽ അകപ്പെട്ട അനുഭവങ്ങളാ. ഒരു പുകപടലം മാത്രമേ നീ കാണുന്നുള്ളൂ. എന്നാൽ ദൈവാത്മാവ് പറയുക, നിന്നോട് ഞാൻ ഇന്നലകളിൽ ചെയ്ത ചില ഉടമ്പടികളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ഈ ചാരത്തിന്മേലും നിന്ന് ജീവൻ സൃഷ്ടിക്കുന്നതാ എനിക്ക് നിന്നോടുള്ള ചില നിയമങ്ങൾ. മറ്റുള്ളവർ നിന്നെ നോക്കി, മറ്റുള്ളവർ നിന്റെ അവസ്ഥകൾ കണ്ട് ഇപ്പോൾ പറയുന്നു, ഇനിയും ഒരിക്കലും നീ തിരിച്ചു വരത്തില്ല. നിന്റെ അനുഭവങ്ങൾ പറയുന്നു നീ അവസാനിച്ചു പോയെന്ന്. ഇനിയും ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നിനക്കൊരു മാർഗവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വചന വെളിപ്പാടിൽ എന്നോട് പറയുക, നിന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ, ചാരത്തിൽ നിന്നും ജീവൻ സൃഷ്ടിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഈ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെടും. ഈ ഉപവാസം കഴിഞ്ഞ് നീ എഴുന്നേൽക്കുന്നത് അസാധാരണമായ ഒരു ജീവന്റെ തുടിക്കുന്ന, ചലനം വയ്ക്കുന്ന അനുഭവത്തോടു കൂടിയാ. മുന്നോട്ട് പോട്ടെ. എന്താ പ്രിയമുള്ളവരെ, ചാരം നമ്മളെ ഓർപ്പിക്കുന്നത്, ചാരത്തിന്റെ അനുഭവങ്ങൾ എന്തുവാ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ചാരം എന്തിന്റെ അടയാളമാ? പറയാമോ? ചാരം എന്തിന്റെ അടയാളമാ? നിങ്ങളോട് ഞാൻ പറയിപ്പിക്കുന്നില്ല. പറഞ്ഞോ, പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ഓഫ് ആക്കിയുള്ളവർക്ക് പറയാം. എന്തുവാ ചാരം നമ്മളെ ഓർപ്പിക്കുന്നത്? ചാരത്തിന്റെ ചാരം കാണുമ്പോ എന്തുവാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? പറഞ്ഞു. ഇപ്പൊ എല്ലാരും ഗ്യാസല്ല. ഇപ്പം നമ്മുടെ കുക്കിംഗ് ആയതുകൊണ്ട് ചാരത്തെക്കുറിച്ച് വലിയ പിടിയില്ല. ഇപ്പം എല്ലായിടത്തും ഗ്യാസിലാണല്ലോ അല്ലേ. ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ ആ പരിപാടിയൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള ഈ ഗ്യാസിന്റെ അല്ലേ കുക്കിംഗ് ആണല്ലോ. ചാരം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് അവന്റെ അവസാനത്തിന്റെ അടയാളമാണ് ചാരം. പക്ഷേ മനുഷ്യൻ ഒരു വശത്ത് കാണുന്നത് ചാരം അവസാനത്തിന്റെ അടയാളമായി നിൽക്കുമ്പോൾ, ദൈവത്തിന് അതൊരു പുതിയ സൃഷ്ടിയുടെ ആരംഭമാകാൻ പോവാ. എന്ന് പറ. ഞാൻ ഈ എവർലാസ്റ്റിംഗ് കിങ്ഡം 7 ഡേയ്സില് നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാം ദിന രാത്രിയിൽ ചാരത്തിലകപ്പെട്ട അനുഭവത്തോടുകൂടെ ഈ മീറ്റിംഗിൽ കരഞ്ഞ കണ്ണുകളുമായി, കലങ്ങിയ കണ്ണുകളുമായി ആരെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, എന്റെ സഹോദരി, നിന്റെ അനുഭവം ഇതെന്റെ അവസാനമായി പോയല്ലോ എന്ന് നീ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുക, ദൈവം പറയുക, എനിക്ക് ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമായി മാറ്റുവാൻ ഈ ചാരത്തിന്റെ സ്ഥലത്തെ ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലോകം തിരഞ്ഞെടുത്തത് നിന്നെ അവസാനിപ്പിക്കുവാനാ. ചാരം എന്തുവാ കാണിക്കുന്നത്? നീ
തീർന്നുപോയി, നീ കഴിഞ്ഞുപോയി. എന്നാൽ ദൈവാത്മാവ് പറയുക, ചാരത്തിൽ നിന്ന് ഒരു നിർമ്മാണം ഞാൻ പണിതുയർത്തും. ഞാൻ ചിലതിനെ ദൈവനാമത്തിന് വേണ്ടി ഒരുക്കുവാൻ, ഒരു ഉപകരണമാക്കുവാൻ ഈ ചാരത്തിന്റെ സ്ഥലം എനിക്ക് ആവശ്യമാണ്. ഇവിടെ കാണുന്നു ചാരം എന്തുവാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഈ ചാരം എങ്ങനെ ഉണ്ടായത്? പണ്ടൊരു തീ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളമാ ചാരം. തീയിൽ ചിലത് കത്തിയിട്ടുണ്ട്, തീയിൽ ചിലത് പുറത്തു വന്നിട്ടുണ്ട്. തീയുടെ അനുഭവം മാറി ചാരത്തിന്റെ അടയാളത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഇന്നലകളിൽ വെളിച്ചമുണ്ടായിരുന്നു, ഇന്നലകളിൽ തീയുടെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ എന്നൊക്കെയോ എവിടെയൊക്കെയോ ആ ചൂട് നഷ്ടപ്പെട്ട്, തീയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് ചാരത്തിന്റെ അനുഭവത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുക, ഈ ചാരത്തിൽ നിന്നും എനിക്ക് ചില പണികൾ ചെയ്തെടുക്കുവാനുണ്ട്. രോഗത്തിന്റെ ചാരത്തിലാണോ നീ? സാമ്പത്തിക പരാധീനതയുടെ ചാരത്തിലാണോ എന്റെ കുഞ്ഞെ നീ കടന്നു പോകുന്നത്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചാരത്തെ നോക്കി ലോകം അവസാനമെന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ഞാൻ ചില ആരംഭങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. നമുക്ക് അറിയാം, എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം നാം പഠിക്കുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നത്, 70 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ അതിഭയാനകമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. അവര് തിരികെ വന്നപ്പോൾ അവർ കണ്ടത് അവർ വിട്ടുപോയ പഴയ യെരുശലേം അല്ലായിരുന്നു. ഒരിക്കൽ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരുന്ന നഗരം ഇപ്പോൾ നിശബ്ദതയിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരിക്കൽ ലേവ്യരുടെ സംഗീതം മുഴങ്ങിയിരുന്ന സ്ഥലം ഇപ്പോൾ ആ സ്ഥലത്ത് ഒരു കാറ്റിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അവർ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് തന്നെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ യാഗപുക ഉയർന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കരിഞ്ഞ കല്ലുകളും ചാരവും മാത്രമേ ഉള്ളൂ. മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീയിൽ ദഹിച്ചിരിക്കുന്നു. ആലയത്തിന്റെ തൂണുകൾ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. വിശുദ്ധ സ്ഥലം, ഇന്നലകളിലെ വിശുദ്ധ സ്ഥലം അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി മാറിയിരിക്കുക. ഒരിക്കൽ ആയിരക്കണക്കിന് വിശ്വാസികൾ നിറഞ്ഞിരുന്ന പ്രാകാരങ്ങളിൽ ഇപ്പോൾ ആരുമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ശൂന്യതയുടെ സീസണായി മാറിയിരിക്കുക. മാനുഷിക കണ്ണുകൾ കാണുമ്പോൾ ഇതൊരു പരാജയത്തിന്റെ ചരിത്രമായ. കാരണം മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, കരിഞ്ഞ അനുഭവം. ഇന്നലകളിലെ ആരാധനയിൽ നിശബ്ദത വന്നു. മൊത്തത്തിൽ ആകപ്പാടെ നോക്കിയാൽ മനുഷ്യർ പറയും ഇതൊരു പരാജയത്തിന്റെ അടയാളമാണ്, ഇതൊരു പരാജയത്തിന്റെ ചരിത്രമാണ്. ശത്രു പറയും ഇതാണ് യെരുശലേമിന്റെ അവസാനം. മഹത്വമിറങ്ങിയ സ്ഥലം ഇപ്പോൾ നിശബ്ദമായിരിക്കുക. പക്ഷെ ഇന്ന് രാത്രികാലം സ്വർഗം പറയും ഇത് എന്റെ പുനഃസ്ഥാപനത്തിന്റെ തുടക്കമാണ്. ആരോടൊക്കെയോ ദൂത് കൈമാറുക. ഇന്നലകൾ നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം, ഇന്നലകൾ നിന്റെ കുടുംബത്തിലെ നഷ്ടപ്പെട്ട സമാധാനത്തെ നോക്കി പിശാചു പറഞ്ഞു ഇതോടുകൂടി നിന്റെ കുടുംബം അവസാനിച്ചുവെന്ന്. എന്നാൽ അതേ സ്ഥലത്ത് അതേ കുടുംബത്തെ നോക്കി ദൈവം പറയുക ഇതെന്റെ പുനഃസ്ഥാപനത്തിന്റെ തുടക്കമാ. എന്റെ സഹോദരി, നിന്റെ പല സ്വപ്നങ്ങളും അവസാനിച്ചുവെന്ന നീ ചിന്തിക്കുന്നത്, പല പ്രതീക്ഷകളും അവസാനിച്ചുവെന്ന നീ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു നിന്റെ തകർന്ന കുടുംബത്തെ പുനഃസ്ഥാപിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം ഈ ഭാഗം, നിങ്ങൾ പഴയ നിയമത്തിൽ ആയതുകൊണ്ട് അധികം ഈ ഭാഗം അറിയാത്തതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പുതുതായിട്ട് ഈ മീറ്റിംഗിൽ ആത്മീയമായിട്ടൊക്കെ പുതുതായിട്ട് വന്നവർ ഇത് വളരെ
ശ്രദ്ധയോടും പ്രാർത്ഥനയും കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ഭാഗം മനസ്സിലാകത്തുള്ളൂ. യഹൂദ ജനം അവർ 70 വർഷത്തിന് ശേഷം ബാബിലോണിലേക്ക് തിരികെ മടങ്ങി വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എന്തുവാ? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവാ. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കണം നിങ്ങൾ. എന്നിട്ട് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി നിങ്ങൾ കണ്ടെത്തണം. യഹൂദ ജനം 70 വർഷത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എന്തുവാ? ധാരാളം മെസ്സേജൊക്കെ കേൾക്കുന്നല്ലേ. അവരാദ്യം മുന്നിൽ കണ്ട കല്ല് പെറുക്കി മാറ്റാൻ തുടങ്ങിയില്ല. അവരാദ്യം ചെയ്തത് അവർ യാഗപീഠം ഉയർത്തി. അഥവാ ആദ്യം അവർ ആരാധന കഴിച്ചു. എന്താ യഹൂദന്മാർ, ഇസ്രായേല്യർ അങ്ങനെ ചെയ്യുവാൻ കാര്യം? കാരണം ദൈവത്തിനറിയാമായിരുന്നു ഒരു നഗരം വീണ്ടും ജീവിക്കണമെങ്കിൽ ആദ്യം ആരാധന വീണ്ടും ജീവിക്കണം. ഇന്ന് രാത്രിക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടിയത് നിന്റെ കൺമുന്നിൽ എത്ര കരിഞ്ഞ കല്ലുകൾ കരിഞ്ഞിരുന്നോട്ടെ, മതിലുകൾ ഇടിഞ്ഞു കിടന്നോട്ടെ, നീ അതിന്റെ പുറകെ പോകണ്ട. നിന്റെ ഉള്ളിൽ ആരാധന ജീവിക്കുമ്പോൾ, ആരാധന ഉയരുന്നുവെങ്കിൽ കരിഞ്ഞ കല്ലുകളിൽ നിന്ന് ഒരു പണി നടക്കും, ഒരു യാഗപീഠം ഉയരും. ഇടിഞ്ഞ മതിലുകളിൽ നിന്ന് ഒരു ആലയം ഉയരുമെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ നിന്റെ കുടുംബ ജീവിതത്തിലെ താളപ്പിഴകളെ നേരെയാക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. നിന്റെ തകർന്ന സ്വപ്നത്തെ പുതുക്കിപ്പണിയുവാൻ, പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. ആരോടൊക്കെയോ അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. തകർന്ന നിന്റെ അനുഭവങ്ങൾ പറയുന്നു ഇത് കരിഞ്ഞുപോയി. തകർന്ന നിന്റെ അനുഭവങ്ങൾ പറയുന്നു മതിലുകൾ തകർന്നുപോയി, കല്ലുകൾ കരിഞ്ഞുപോയി, ഇവിടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഞാൻ കാണത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ തയ്യാറായാൽ കരിഞ്ഞ കല്ലുകളെ ഞാൻ യാഗപീഠത്തിന്റെ ഉപകരണമാക്കി മാറ്റുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഇവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ചത്, അവര് മടങ്ങി വന്നപ്പോൾ ആദ്യം പണിതത് മതിലല്ല. അവര് ഒരു സൈന്യത്തെ തയ്യാറാക്കിയില്ല. അവരാദ്യം ചെയ്തത് ഒരു യാഗപീഠം ഉയർത്തി. യാഗപീഠം എന്നതിന്റെ അർത്ഥം ആരാധന ഉയർന്നു. രാത്രിക്കാലം ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി പറയുക, യാഗപീഠത്തിൽ നിന്നും തീ കത്തിയ നിമിഷം മുതൽ ഇസ്രയേലിന്റെ ചരിത്രം തിരിഞ്ഞു തുടങ്ങി. എത്ര പേർക്ക് ഈ ആലോചന മനസ്സിലാകുന്നു? കാരണം ദൈവത്തിന്റെ സാന്നിധ്യം യാഗപീഠം ഉയരുന്നിടത്താ മടങ്ങി വന്നത്. എത്ര പേർ ആമേൻ പറയുന്നു? കത്തിക്കരിഞ്ഞ ഈ കല്ലുകളുടെ നടുവിലും എന്റെ മുന്നിൽ കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ നടുവിലും ഞാൻ ആരാധിക്കും. കാരണം നിന്റെ ആരാധനയിൽ ദൈവ സാന്നിധ്യം മടങ്ങി വരും. ഇന്നലകളിൽ നഷ്ടപ്പെട്ട സന്തോഷത്തിന്റെ മേൽ, ഇന്നലകളിൽ ദുഷ്ടപിശാച് അപഹരിച്ച നിന്റെ സമാധാനത്തിന്റെ മേൽ ആരാധന ഉയരട്ടെ. അവിടെ ദൈവ സാന്നിധ്യത്തെ ഞാൻ മടക്കിക്കൊണ്ടുവരും. എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കുന്നു? പ്രിയമുള്ളവരെ ഓർത്തോണം, ദൈവ സാന്നിധ്യം മടങ്ങി വരുന്നിടത്ത് മഹത്വം മടങ്ങി വരും കേട്ടോ. ദൈവ സാന്നിധ്യം മടങ്ങി വരുന്ന ഇടത്ത് മഹത്വം മടങ്ങി വരും. ദൈവ സാന്നിധ്യം മടങ്ങി വരുന്നിടത്ത് പ്രത്യാശ മടങ്ങി വരും. ദൈവ സാന്നിധ്യം മടങ്ങി വരുന്നിടത്ത് അടിത്തറകൾ രൂപപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ യാഗപീഠത്തിൽ നിന്നും തീ ഉയരുന്നുവെങ്കിൽ, നിന്റെ ആരാധനയിൽ തീ കത്തുന്നുവെങ്കിൽ, നഷ്ടപ്പെട്ട ചില അടിത്തറകളെ വിളിച്ചു വരുത്തുന്ന ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ഞാൻ നിന്നെ നടത്തും. തീ കത്തുന്ന യാഗപീഠത്തിൽ ദൈവം നിന്റെ ഭാവിയുടെ അടിത്തറയിടും. മനസ്സിലാവുന്നോ? നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം തീ കത്തുന്ന ആരാധന ഉയരട്ടെ. ആത്മാവിന്റെ തീ ഉയരുന്ന ഇടത്ത് നിന്റെ ഭാവിയുടെ അടിത്തറ
താനെ രൂപപ്പെട്ടു വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്റെ ഭാവിയുടെ അടിത്തറ എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആരോടൊക്കെയോ അതിശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുന്നു. നീ ഒരുപക്ഷെ ചാരത്തിന്മേൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ ശാന്തമായിട്ട് ദൈവാത്മാവിൽ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇപ്പോഴത്തെ അനുഭവങ്ങൾ ചാരത്തിൽ നിൽക്കുന്ന അനുഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണുകളിൽ തകർന്ന കല്ലുകൾ മാത്രം കാണുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുകയാ. നിന്റെ മുൻപിലുള്ള കല്ലുകൾ ഇനി നീ എണ്ണാൻ പോകണ്ട. നിന്റെ മുൻപിലുള്ള കത്തിക്കരിഞ്ഞ കല്ലുകളെ നോക്കി നീ എണ്ണേണ്ട. യാഗപീഠം ഉയർത്താൻ തയ്യാറാണോ? നിന്റെ നഷ്ടങ്ങളെ ഓർത്ത് നീ എണ്ണണ്ട. എന്റെ സാന്നിധ്യം അന്വേഷിക്കാൻ നീ തയ്യാറാണോ? ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ കാണുന്നത് തകർന്ന കല്ലുകളെയാ. എന്നാൽ ഞാൻ കാണുന്നത് പണിയാൻ പോകുന്ന ആലയമാകട്ടോ. ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് ഇടപെടുകയാ. ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിൽ നീ കാണുന്നത് കത്തിക്കരിഞ്ഞ കല്ലുകളാ, തകർന്ന മതിലുകളാ, ഇടിഞ്ഞ മതിലുകളാ. എന്നാൽ ദൈവാത്മാവ് കാണുന്നത് ആ ഇടിഞ്ഞ അനുഭവത്തിൽ, കരിഞ്ഞ അനുഭവത്തിൽ ഞാൻ ചില ആലയത്തെ പണിയാൻ പോകുകയാ. ഒരുപക്ഷെ നീ ഇപ്പോൾ കാണുന്നത് അവശിഷ്ടങ്ങളെയാ, എന്നാൽ ഞാൻ കാണുന്നത് എന്റെ മഹത്വമാ. ഞാൻ തെളിയിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുണ്ട്. ഗോത്രപിതാക്കന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം 12 കല്ലുകൾ എടുത്ത ഏലിയാവ് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ യാഗപീഠം ഏലിയാവ് പണിതപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചുവെങ്കിൽ ദൈവം പറയുക, യാഗപീഠം ഉയർത്തിക്കോ, ബാക്കി ഞാൻ ചെയ്തു തരും. ഇന്ന് ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുക, നിന്റെ കുടുംബത്തിൽ ആരാധന ഉയർത്തിക്കോ, പ്രാർത്ഥന ഉയരുന്നോ, ബാക്കി ഞാൻ ചെയ്യാൻ തയ്യാറാ. യാഗപീഠം ഉയരുമ്പോൾ അതിന്റെ മുകളിൽ ഇറങ്ങി വരുന്നത് എന്റെ സാന്നിധ്യമാ. എന്റെ കുഞ്ഞെ, ഒരു ആമേൻ പറ. നിന്നെ തകർക്കുവാൻ, നിന്നെ പിറകോട്ട് വലിപ്പിക്കുവാൻ ആരെല്ലാം എഴുന്നേറ്റാലും ദൈവാത്മാവ് പറയുക, അതിന്റെ നടുവിൽ, കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ അതിന്റെ നടുവിൽ ഒരു ആരാധനയുടെ ശബ്ദം ഉയർത്താമോ? ആമേൻ. ആമേൻ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇന്നലകളിലെ സാക്ഷ്യങ്ങളൊക്കെ എന്തുവാ നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് എന്തുവാ പറയാനുള്ളത്? ആണോ ഷൈമോൻ ബ്രദറെ? മാറി മാറി കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിക്കുവാൻ നമുക്ക് കഴിയുന്നത് കരിഞ്ഞ കല്ലുകളെയാ, ഇടിഞ്ഞ മതിലുകളെയാ, തകർന്ന അന്തരീക്ഷങ്ങളെയാ. എന്നാൽ ആ ഇടിഞ്ഞ കല്ലിന്റെ നടുവിലും ലോകത്തിന് വരാൻ കഴിയാത്ത ഒരു സാന്നിധ്യമുണ്ട്. അതാണ് ദൈവ സാന്നിധ്യം. ഇടിഞ്ഞ കല്ലിൽ പ്രവർത്തിക്കുന്നതാ ദൈവ സാന്നിധ്യം. കരിഞ്ഞ കല്ലിൽ പ്രവർത്തിക്കുന്നതാ ദൈവ സാന്നിധ്യമെങ്കിൽ നിന്റെ കരിഞ്ഞ രോഗത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നതാ വിടുതലിന്റെ ദൈവ സാന്നിധ്യമെന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ, രോഗിയായിട്ട് ഭാരപ്പെടുന്നവർ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ കരങ്ങൾ വെച്ച് ഒരു ആമേൻ പറ. എന്റെ ദൈവം വിടുതലിന്റെ ദൈവമാണെന്ന്. ആരോടും പറയുവാൻ കഴിയാത്ത ശരീരത്തിലെ മുഴയുമായിട്ടാണോ എന്റെ സഹോദരി നീ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? നിന്റെ ശരീരത്തിലുള്ള മുഴയെ കരിച്ചു കളയുവാൻ ശക്തിയുള്ളതാ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി. എനിക്കറിയാം സമയം തീരാറായി, പെട്ടെന്ന് നിൽക്കട്ടെ. എസ്രാ 3:6 പ്രധാനപ്പെട്ട 3 അനുഭവങ്ങളാ. 1 യാഗപീഠം, 2 ആരാധന, 3 ദൈവ സാന്നിധ്യം, 4 പുനഃസ്ഥാപനം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന കല്ലുകളെ നിങ്ങൾ എണ്ണണ്ട. യാഗപീഠം ഉയർത്താനാണ് ദൈവം പറയുന്നത്. എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്,
നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന കല്ലുകളെ ഓർത്ത് നിങ്ങൾ എണ്ണണ്ട. യാഗപീഠം ഉയർത്താൻ തയ്യാറാണോ? ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുക. നിങ്ങളുടെ കഷ്ടതയുടെ കല്ലുകളെ നോക്കി നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണ്ട. നിന്റെ പരാജയത്തിന്റെ കല്ലുകളുടെ എണ്ണമല്ല നീ ഇന്ന് നോക്കേണ്ടത്. അതിന്റെ നടുവിലും ആരാധനയുടെ യാഗപീഠത്തെ ഉയർത്തുവാൻ എത്ര പേർ തയ്യാറാ? ഈ മീറ്റിംഗിൽ പുറത്തു വരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരാധനയുടെ യാഗപീഠം പുറത്തു വരട്ടെ. എന്നെ അവിടെ വളരെ ചിന്തിപ്പിച്ചത് എസ്രാ 3:6 എന്നെ അവിടെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ? ഈ ഇസ്രായേൽ മക്കള് യെരുശലേമിൽ എത്തിയപ്പോൾ അവർക്ക് മുന്നിൽ എണ്ണാൻ ധാരാളം കല്ലുകൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? കരിഞ്ഞ കല്ലുകള്, ഇടിഞ്ഞ മതിലുകള്, അങ്ങനെ തകർന്ന ഓർമ്മകളുമായി 70 വർഷത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവമായിട്ടാണ് ഈ ജനം കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും അവരോട് പറഞ്ഞില്ല ഈ അവശിഷ്ടങ്ങളെ എണ്ണാൻ. നിന്റെ മുന്നിൽ കിടക്കുന്ന കല്ലുകളെ എണ്ണാൻ ദൈവം ഒരിക്കലും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞില്ല. ദൈവം അവരോട് ഒരു കാര്യം പറഞ്ഞു, ആദ്യം നീ എന്നെ ആരാധിക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരി, നിന്റെ തകർച്ചയുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ മുന്നിൽ ഒന്നും കാണാതെ ഇരിക്കുമ്പോഴും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം കല്ലുകൾ എണ്ണുന്നവർ ചരിത്രത്തെയാ ഓർക്കുന്നത്, എന്നാൽ യാഗപീഠം ഉയർത്തുന്നവർ ചരിത്രത്തെ മാറ്റും. നിന്റെ കുടുംബത്തിലെ ചരിത്രത്തെ മാറ്റുവാൻ കല്ലുകൾ എണ്ണുന്നവരെ കൊണ്ട് കഴിയത്തില്ല. യാഗപീഠം പണിയുന്നവർക്ക് നിന്റെ കുടുംബത്തിലെ ചരിത്രത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. ആരാധനയ്ക്ക് മാത്രമേ നിന്റെ നഷ്ടങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. നിന്റെ പരാജയത്തിന്റെ ചരിത്രത്തെ മാറ്റുവാൻ ആരാധനയിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാമേൻ പറഞ്ഞോണം കേട്ടോ. യാഗപീഠം ഉയർത്താൻ വേണ്ടി തയ്യാറായ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ യാഗപീഠം ഉയർത്തുന്ന ദിവസം സ്വർഗം നിന്റെ കാര്യം ഏറ്റെടുക്കും. വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഞാൻ യാഗപീഠം ഉയർത്തുന്ന അതേ നിമിഷത്തിൽ തന്നെ ദൈവം എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തൊരു ഹല്ലേലൂയ പറ. എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്റെ കാര്യങ്ങളെ ഉത്തരവാദിത്തോടുകൂടെ നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറ. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞെ ദൈവാത്മാവ് പറയുന്നത്, ഇന്നലകളിൽ നിന്നെ കരയിപ്പിച്ച സ്ഥലമുണ്ടല്ലോ, നാളെ നിന്നെ സ്തുതിപ്പിക്കുന്ന ഇടമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ വീഴ്ച കണ്ട് ശത്രു നൃത്തം ചെയ്ത അതേ സ്ഥലം നാളെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സ്ഥലമാക്കി മാറ്റുവാനാ ഈ ചാരത്തിന്റെ അനുഭവത്തിൽ കൂടെ ദൈവം നിന്നെ കടത്തിവിട്ടത്. ഇന്നലെ ചാരം മാത്രം കണ്ട ആ സ്ഥലമുണ്ടല്ലോ, നാളെ ആരാധനയുടെ അഗ്നി അവിടെ നിന്ന് തന്നെ ജ്വലിക്കും. ആരോടൊക്കെയോ ദൂത് കൈമാറുക. ഇന്നലെ നിന്നെ ചാരത്തിലാക്കിയ ആ ഇടമുണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് തന്നെ ആരാധനയുടെ അഗ്നി തീനാളമായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവം നിന്നെ അവശിഷ്ടങ്ങളിൽ താമസിപ്പിക്കത്തില്ല കേട്ടോ. ചാരം നിന്റെ മേൽവിലാസമല്ല, അത് ദൈവത്തിന്റെ നിർമ്മാണ സ്ഥലമാ. ആരോടോ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിന രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഞാൻ നിന്നെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ താമസിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഷീജാസിബി എന്ന വ്യക്തിയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടുക. ഞാൻ നിന്നെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ താമസിപ്പിക്കുവാൻ അനുവദിക്കത്തില്ല. ആരെല്ലാം പദ്ധതിയിട്ടാലും ആരെല്ലാം നിന്നെ കുരുക്കി അവശിഷ്ടങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിയാൻ നോക്കിയാലും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. അവശിഷ്ടങ്ങൾക്കിടയിൽ താമസിപ്പിക്കുവാൻ വാഗ്ദത്തമുള്ളവനെ ദൈവം അനുവദിക്കത്തില്ല. അഭിഷേകമുള്ളവനെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിട
കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ അതിനു മുന്നിൽ പ്രതികരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചാരം നിന്റെ മേൽവിലാസമല്ല, അത് ദൈവത്തിന്റെ നിർമ്മാണ സ്ഥലമാ. ദൈവം പറയുന്നു, നീ യാഗപീഠം ഉയർത്ത, അടിത്തറ എന്റെ കൈകളിലാ, നിന്റെ അടിസ്ഥാനം എന്റെ കൈയില്ല. നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി എന്റെ കയ്യിലാ, നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ഭാവി എന്റെ കയ്യിലാ. യാഗപീഠം ഉയർത്തുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തിന്റെ തകർച്ച എനിക്ക് വിഷയമല്ല, നിന്റെ കുടുംബ പശ്ചാത്തലം എനിക്ക് വിഷയമല്ല. നീ യാഗപീഠം ഉയർത്താൻ തയ്യാറാണോ? അതിനുവേലുള്ള അടിത്തറ എന്റെ കൈകളിലാ. ഇത് റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കുഞ്ഞേ, അവശിഷ്ടങ്ങളെ നീ നോക്കണ്ട, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ. ചിലരെ നോക്കി ദൈവാത്മാവ് ഇന്ന് ശാന്തമായി ഇടപെടുമ്പോൾ തന്നെ പറയുക, യാഗപീഠം ഉയരുന്ന ഇടത്ത് എന്റെ മഹത്വം ഞാൻ ഇറക്കും. ആരാധന ഉയരുന്ന ഇടത്ത് ഞാൻ എന്റെ മഹത്വം ഇറക്കും. എന്നെ അന്വേഷിക്കുന്ന ഇടത്ത് ഞാൻ ചില പുനഃസ്ഥാപനങ്ങൾ ആരംഭിക്കും. ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് പറയുക, നിന്റെ തകർച്ചയുടെ നടുവിലും നീ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ? ചില പുനഃസ്ഥാപനത്തെ ഞാൻ ആരംഭിക്കാൻ പോകുക. 2026 ആരംഭത്തിൽ നഷ്ടപ്പെട്ട അനുഭവത്തെ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില പുനഃസ്ഥാപനങ്ങൾ ഞാൻ ചെയ്തെടുക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളെ ഓർപ്പിക്കുക, യാഗപീഠം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ചരിത്രം മാറിയിട്ടുണ്ട്. ഷൈമോൻ ബ്രദറെ ഓർത്തോണം, ആരാധന എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ചിലരുടെ ചരിത്രം തന്നെ മാറിയിട്ടുണ്ട്. ആ സൗദി രാജ്യങ്ങളിൽ, ആ പട്ടണത്തിൽ നിന്റെ ചരിത്രം മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പലരും നിന്നെ കൊണ്ട് കഴിയത്തില്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പല കമന്റുകളും കേട്ട ഇടത്ത് പരാജയം അനുഭവിക്കുന്നവളെ പോലെ കുടുംബമായി മാറിപ്പോകുമോ എന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് പറയുക, യാഗപീഠം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ചരിത്രത്തെ മാറ്റിയ ദൈവം, നിന്റെ മുന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അവൻ ഊവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കും. നമുക്കറിയാം, യാഗപീഠം നോഹ, പഴയനിയമകാലത്ത് നോഹ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ആദ്യം വീടാണോ പണിത്, യാഗപീഠമാണോ പണിത്? നോഹയുടെ ജീവിതത്തിൽ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ വീട് പണിതില്ല, യാഗപീഠം പണിതു. ഏലിയാവ് കർമ്മേലിൽ ആദ്യം ജനക്കൂട്ടത്തെ നോക്കിയില്ല, അവൻ യാഗപീഠം പുതുക്കിപ്പണിതു. ഇവിടെ യെസ്രായുടെ കാലത്ത് അവർ ആദ്യം ആലയത്തിന്റെ അടിത്തറയിട്ടില്ല, യാഗപീഠം ഉയർത്തി. കാരണം യാഗപീഠം ഉയരുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. ദൈവം ഇറങ്ങി വരുമ്പോൾ ചരിത്രം മാറും. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറയാനിടയായിത്തീരും, ഞങ്ങൾ യാഗപീഠം ഉയർത്തുന്നത് ചാരത്തിന്റെ നടുവിൽ നിന്നാണെങ്കിൽ അങ്ങനെയുള്ളവർ ചാരത്തിൽ നിന്ന് സ്തോത്രം പാടാൻ തുടങ്ങും. അവർ ചാരത്തിൽ നിന്ന് സ്തുതിക്കുവാനിടയായിത്തീരും. കാരണം അവർ കാണുന്നത് ചാരത്തെയല്ല, യാഗപീഠം ഉയരുന്നത്. ഇന്ന് രാത്രികാലം ചാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്തോത്രം പാടാൻ എത്ര പേർ തയ്യാറാ? അവരുടെ തകർന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അവർ സ്ഥലമൊരുക്കി കൊടുക്കും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ കരിഞ്ഞ കല്ലുകൾ എണ്ണിക്കൊണ്ടിരിക്കാനല്ല എന്റെ സഹോദരി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ചാരം പറയും എല്ലാം കഴിഞ്ഞെന്ന്, യാഗപീഠം പറയും ദൈവം ഇപ്പോൾ എല്ലാം ആരംഭിക്കുകയാണെന്ന്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചാരത്തിൽ നിന്ന് നീ ആരാധിക്കുമ്പോൾ ലോകം പറയും അതുകൊണ്ട് നിന്റെ ആരാധന അവസാനിച്ചുവെന്ന്. എന്നാൽ ദൈവം പറയും, എടാ പിശാചേ, ലോക മനുഷ്യൻ പറയുന്നത് അല്ല എനിക്ക് വിഷയം. ഈ ചാരത്തിൽ നിന്ന് യാഗപീഠത്തിന്റെ ഉയർച്ചയുടെ ആരംഭം ഉണ്ടാകുന്നത്. ആരോടൊക്കെയോ ശക്തമായി ഇടപെടുക, നിന്റെ കുടുംബത്തെ ചാരമാക്കുവാൻ, നിന്റെ
കുഞ്ഞിന്റെ ഭാവിയെ ചാരമാക്കുവാൻ ഒരു വശത്ത് ദുഷ്ട പിശാച് എഴുന്നേറ്റ് വരുമ്പോൾ അതിന്റെ മുന്നിൽ പറ ഈ പരാജയത്തിൽ നിന്ന് ചില ആരംഭങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ആരാധന ഉയരും, ഇവിടെ യാഗപീഠം ഉയരും. കാരണം ചില ആരംഭം ഈ ആരാധനയിൽ വെളിപ്പെട്ടു വരികയാണ്. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത് ചാരത്തിൽ നിൽക്കുമ്പോഴും നീ നിന്റെ അവശിഷ്ടങ്ങളുടെ കാവൽക്കാരനാക്കാനല്ല ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവന്നത്. ആരോടോ ശക്തമായിട്ട് ഇടപെടുക. നീ മടങ്ങി വന്നിട്ടും ദൈവസന്നിധിയിൽ വന്നിട്ടും ശൂന്യത മാത്രമല്ലേ കാണുന്നത്? ഇപ്പോഴും ചോദിക്കുന്നില്ലേ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും എന്റെ കാഴ്ച മുഴുവൻ അവശിഷ്ടങ്ങളാ. ഇപ്പോഴും എന്റെ കണ്ണിൽ കാണുന്നത് കരിഞ്ഞ കല്ലുകളാ. എന്നാൽ ദൈവാത്മാവ് പറയുക, നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ നീ ഇറങ്ങിത്തിരിച്ചാൽ നീ നിന്റെ അവശിഷ്ടങ്ങളുടെ കാവൽക്കാരനാകരുത്. അതിന്റെ അർത്ഥം എന്തുവാ? അവശിഷ്ടങ്ങൾ എന്തുവാ നമ്മളെ കാണിക്കുന്നത്? ഇന്നലെ ഉണ്ടായ മുറിവുകൾ ഓർത്ത് ജീവിക്കരുത്. ശത്രു നശിപ്പിച്ചതിനെ ഓർത്ത് ജീവിതം മുഴുവൻ നിങ്ങൾ വിലപിക്കരുത്. ഞാൻ നിന്നെ ചാരത്തിന്റെ കാവൽക്കാരനാകാനല്ല വിളിച്ചത്, നീ എന്റെ യാഗപീഠത്തിന്റെ പണിക്കാരനാകാനാ ഞാൻ നിന്നെ വിളിച്ചത്. എത്ര ആമേൻ പറയുന്നു? ഞാൻ ചാരത്തിന്റെ കാവൽക്കാരനായിട്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, യാഗപീഠം പണിയുന്ന പണിക്കാരനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എസ്രായുടെ നേതൃത്വത്തിൽ അവർ പറയും, ഞങ്ങളിനിയും ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾക്ക് തകർന്ന മതിലുകൾ വിഷയമല്ല, കരിഞ്ഞ കല്ലുകൾ വിഷയമല്ല. ഈ ചാരത്തിന്റെ നടുവിലും ഞങ്ങൾ യാഗപീഠം ഉയർത്തും. ആ യാഗപീഠം ഉയരുമ്പോൾ ദൈവം ഇറങ്ങി വരും, ദൈവമഹത്വം ഇറങ്ങി വരും. അവിടെ വിടുതലുണ്ട്, അവിടെ പുനഃസ്ഥാപനമുണ്ട്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എന്റെ യാഗപീഠത്തിന്റെ പണിക്കാരനാകണം. ഇസ്രായേലിനോട് പറയുക, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്റെ പണിക്കാരുകളാകണം. അതെങ്ങനാ യാഗപീഠത്തിന്റെ പണിക്കാരാകാൻ ഒക്കുന്നത്? നമ്മളെല്ലാം പ്രാർത്ഥന റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പരാതികളാണ് ഉള്ളത്. ശരിയല്ല? ഞാൻ സഹിതം പറയും, ഇനി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊന്നും എതിരല്ല, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. പക്ഷെ ദൈവം ഈ വാക്യത്തിൽ നിന്നിട്ട് പറയുക, നിന്റെ കൈകൾ ഇനി പരാതിപ്പെടുന്ന കൈകളാകാൻ പാടില്ല കേട്ടോ. നമ്മുടെ കൈകൾ പരാതി പറയുന്ന കൈകളാകാൻ പാടില്ല. ഇതെന്തോ ഭാഷ ഈ പറഞ്ഞു വരുന്നത്? യാഗപീഠം പണിയുന്ന കൈകളായി മാറണം. ശൂന്യത നോക്കി പറയണം, ഈ ശൂന്യത കണ്ട് ഞാൻ ദൈവത്തോട് പരാതിപ്പെടത്തില്ല. എനിക്ക് ശൂന്യത നടുവിൽ പറയണം, ഞാൻ ഇവിടെ കാണുന്നത് ചില ഉയരുന്ന യാഗപീഠത്തെയാ, ഉയരുന്ന ദേവാലയത്തെ ഞാൻ കാണുന്നത്. ഇപ്പോൾ എന്റെ അനുഭവങ്ങൾ ശൂന്യമാ, പക്ഷേ എന്റെ വിശ്വാസത്തെ ശൂന്യമാക്കുവാൻ ഒരു ദുഷ്ട പിശാചിന് ദൈവം ഇടം കൊടുക്കത്തില്ല. മനസ്സിലാകുന്നോ? നമ്മളൊക്കെ ഇപ്പൊ ശൂന്യത കാണുമ്പോ പറയും, കുറെ നാളായി പ്രാർത്ഥനയ്ക്കെല്ലാം കയറാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മാറ്റവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ശരിയാണോ? അല്ലേ? ദൈവം ഇന്ന് രാത്രികാലം എന്റെ കുഞ്ഞ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എന്റെ യാഗപീഠത്തിന്റെ പണിക്കാരനാകാനാ. ദൈവം നിനക്ക് കണ്ണുകളെ തന്നത് അവശിഷ്ടങ്ങളെ നോക്കാനല്ല, എന്റെ മഹത്വം പ്രതീക്ഷിക്കാനാ. ശക്തമായിട്ട് ദൈവം ഇടപെടുക. ഞാൻ നിനക്ക് ശബ്ദം തന്നത് പരാജയങ്ങളെ ആവർത്തിച്ചു പറയാനല്ല, എന്റെ വിശ്വസ്തത ഈ ചാരത്തിൽ നിന്ന് നീ പ്രഖ്യാപിക്കാനാ. എത്ര പേർ ആമേൻ പറയുന്നു? ഇന്നെന്നെ അനുഭവിക്കുന്ന ശൂന്യതയുടെ നടുവിൽ ഞാൻ കംപ്ലൈന്റ് പറയാനല്ല എന്റെ നാവിനെ ചലിപ്പിക്കുന്നത്, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വിശ്വസ്തതയെ കുറിച്ച് പ്രഖ്യാപിക്കും ഞാൻ. ഇതൊക്കെ പറയുമ്പോ എത്ര പേര് ഇനി ഇരിക്കുമെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ സമയം പോകുന്നു അല്ലേ? അവശിഷ്ടത്തിന്റെ കാവൽക്കാരൻ തോൽവിയുടെ കഥയാ പറയുന്നത്. ശരിയാണോ? അവശിഷ്ടങ്ങളുടെ കാവൽക്കാരനായിട്ട് നീ ഇരുന്നാൽ ജീവിതകാലം മുഴുവൻ പരാജയത്തിന്റെ കഥ പറയും, പരാജയത്തിന്റെ ചരിത്രം പറയും. എന്നാൽ യാഗപീഠത്തിന്റെ പണിക്കാരൻ
പുനഃസ്ഥാപനത്തിന്റെ ചരിത്രം പറയും. ദൈവം എന്റെ കുടുംബത്തിൽ ചെയ്തെടുത്ത പുനഃസ്ഥാപനം, എന്റെ ഭർത്താവിൽ ചെയ്തെടുത്ത പുനഃസ്ഥാപനം, എന്റെ മാതാവിൽ ചെയ്തെടുത്ത പുനഃസ്ഥാപനം, എന്റെ സഹോദരനിൽ ചെയ്തെടുത്ത പുനഃസ്ഥാപനം, എന്റെ പിതാവിൽ ചെയ്തെടുത്ത പുനഃസ്ഥാപനം, എന്റെ ശുശ്രൂഷയിൽ ദൈവം ചെയ്തെടുത്ത പുനഃസ്ഥാപനം. യാഗപീഠം പണിയുന്നവൻ വിശ്വസ്തതയെ കുറിച്ച് പ്രഖ്യാപിക്കും. മനസ്സിലാവുന്നോ? ഒരു ചിന്തയോടെ പറയാനോ സമയമുള്ളൂ, സമയം ഒത്തിരി പോയി. ചാരത്തിന്റെ നടുവിൽ അവർ ആദ്യം ചെയ്തത് യാഗപീഠം പണിതു. ഒന്ന് ചിന്തിച്ചേ, ഇനി നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് കണ്ടേ. ഏകദേശം 10-40 പേരുണ്ടല്ലോ, സമയം നാട്ടിലെ 11 മണിയായെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഈ ബാബേലിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ആ ജനക്കൂട്ടം യെരുശലേമിലേക്ക് ഇങ്ങനെ മടങ്ങി വരുന്ന ഒരു ഭാഗം നിങ്ങൾ ഓർത്തു നോക്കിയേ. അവർ 70 വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നെബൂഖദ്നേസറൊക്കെ പിടിച്ചോണ്ട് പോയി. അതിനുശേഷം 70 വർഷത്തിന് ശേഷമാണ് അവരിപ്പോൾ മടങ്ങി വരുന്നത്. അവരുടെ ഓരോ ചുവടും ഓരോ ഓർമ്മകളല്ലേ. അവർ കുട്ടിക്കാലത്ത് ഓടി നടന്ന തെരുവുകള് ഇപ്പോൾ കാട് കൊണ്ട് മൂടിയിരിക്കുക, ചെടികൾ കൊണ്ട് മൂടിയിരിക്കുക. അവരുടെ ബാല്യകാലത്ത്, കുട്ടിക്കാലത്ത് ഒരിക്കൽ യാഗത്തിന്റെ പുക മാത്രം ഉയർന്ന സ്ഥലം ഇന്ന് ചാരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. ഒരിക്കൽ അവരുടെ കാതുകളിൽ അവർ മുഴങ്ങിക്കേട്ടത്. എന്നാൽ എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ടും അവർ അത്ഭുതകരമായ ഒരു തീരുമാനമെടുത്തു. അവരാദ്യം പറഞ്ഞില്ല നമുക്ക് വീട് പണിയാമെന്ന് അവർ പറഞ്ഞില്ല. ഈ നഗരം സുരക്ഷിതമാക്കാമെന്ന് അവർ പറഞ്ഞില്ല. ആദ്യം ജീവിതം ഒന്ന് ശരിയാകട്ടെന്ന് നമ്മളെ പോലെ അവർ പറഞ്ഞില്ല. എസ്രാ 3:6 പറയുന്നു, അവർ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിച്ചു തുടങ്ങി. അതായത് സാഹചര്യം മാറുന്നത് വരെ അവർ കാത്തിരുന്നില്ല, അവർ ദൈവ സാന്നിധ്യത്തെ വിളിച്ചിറക്കി. ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാം ദിന രാത്രിയിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. അവർക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ആലയം പണിയുന്നത് മനുഷ്യന്റെ കൈകളാ, പക്ഷേ മഹത്വമിറക്കുന്നത് ദൈവമാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ആലയം പണിയുന്നത് മനുഷ്യന്റെ കൈകളാ, പക്ഷേ മഹത്വം ഇറക്കുന്നത് എന്റെ ദൈവമാ. ശത്രുവിന് ഒരുപക്ഷെ ആലയത്തെ തകർക്കാൻ കഴിയും, എന്നാൽ യാഗപീഠം പണിയുന്ന തന്റെ ജനത്തിന്റെ ഹൃദയത്തെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല എന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ ഈ ദൂതിന് മുന്നിൽ പ്രതികരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാ അവർ മടങ്ങി വന്ന ആദ്യ ദിവസം തന്നെ പറഞ്ഞത്, ഞങ്ങൾ വീണ്ടും ആരാധിക്കും, ഞങ്ങൾ വീണ്ടും യാഗമർപ്പിക്കും, ഞങ്ങൾ വീണ്ടും ദൈവത്തിന് 1ാം സ്ഥാനം നൽകും. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറയട്ടെ, അങ്ങനെയുള്ളവർ കരിഞ്ഞ കല്ലുകൾ തങ്ങളുടെ കരങ്ങളിൽ എടുത്തത് കരയാൻ വേണ്ടിയല്ല, യാഗപീഠം പണിയാൻ വേണ്ടിയാ. നിന്റെ തകർന്ന രോഗവുമായിട്ട് നീ നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞെ നീ കരയണ്ട. ഒരു യാഗപീഠം പണിയാൻ വേണ്ടി ഈ രോഗത്തെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നു, ഈ പരാജയത്തെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നത് ഒരു യാഗപീഠം പണിയാനാ. ആരോടൊക്കെയോ ദൈവം ശക്തമായിട്ട് ഇടപെടുന്നു. കരിഞ്ഞ കല്ലുകൾ അവർ കരങ്ങൾ എടുത്തത് കരയാൻ വേണ്ടിയല്ല, യാഗപീഠം പണിയാൻ വേണ്ടിയാണെങ്കിൽ നിന്റെ രോഗത്തിന്റെ കരിഞ്ഞ കല്ലുകൾ, സാമ്പത്തിക മേഖലയിലെ കരിഞ്ഞ കല്ലുകൾ, ജോലിയുടെ സ്ട്രെസ്സിലെ കരിഞ്ഞ കല്ലുകൾ, ജോലി നഷ്ടപ്പെട്ട ആ കരിഞ്ഞ കല്ലുകളുണ്ടല്ലോ, ശത്രു പറഞ്ഞു ഈ കല്ല് നിന്റെ പരാജയത്തിന്റെ അടയാളമാണെന്ന്. എന്നാൽ ദൈവം ഇന്ന് രാത്രികാലം പറയുക, ഇതേ കല്ല് എന്റെ യാഗപീഠത്തിന്റെ ഭാഗവാക്കാക്കും. ആരോടോ ദൂത് കൈമാറുക, നിന്റെ നഷ്ടങ്ങൾ എന്റെ ആലയത്തിന്റെ ഭാഗവാക്കി ഞാനാക്കും, എന്റെ യാഗപീഠത്തിന്റെ ഭാഗവാക്കി ഞാനാക്കും. അവിടെ നിന്നും കഴിഞ്ഞില്ല, ശത്രു തകർത്തതിനെ ദൈവം തന്റെ മഹത്വത്തിന്റെ ഉപകരണമാക്കി മാറ്റും. ബാബേലിൽ നിന്നും പുറത്തു വന്ന തന്റെ ജനത്തോട് ദൈവത്തിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്റെ ജനമേ, നിങ്ങൾ ബാബേലിൽ നിന്ന് പുറത്തു വന്നു, ഇനിയും ബാബേലിന്റെ ഓർമ്മയിൽ ജീവിക്കരുത്.
ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവന്നത് ചാരം മാത്രം വൃത്തിയാക്കി സമയം കളയാനല്ല, എന്റെ യാഗപീഠം ഉയർത്താനാ. ആരോടൊക്കെ ദൂത് കൈമാറുക? നഷ്ടങ്ങളെ നോക്കി സമയം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. എന്റെ യാഗപീഠം ഈ നഷ്ടത്തിന്റെ നടുവിൽ നിന്നും നീ പുതുക്കി പണിയണം. ചാരം മാത്രം നീക്കിയാൽ യെരുശലേമിൽ ഒരു പുനഃസ്ഥാപനവും ഉണ്ടാകത്തില്ല. എന്റെ അഗ്നി ഇറങ്ങിയാലാണ് യെരുശലേം പുനഃസ്ഥാപിക്കുന്നത്. അവശിഷ്ടങ്ങൾ എണ്ണിയിരിക്കുന്നതല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ മുന്നിൽ കാണുന്ന ഓരോ തകർന്ന കല്ലും എണ്ണിക്കൊണ്ടിരുന്നാൽ നിന്റെ വിശ്വാസം ക്ഷീണിച്ചു പോകും. ഒരു ദൂത് ഞാൻ കൈമാറി ഞാൻ അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ച ഓരോ നഷ്ടങ്ങളുടെ ഓർമ്മകൾ നീ ഓർത്തിരുന്നാൽ നിന്റെ ആത്മാവ് ഭാരപ്പെടും. അവശിഷ്ടങ്ങളെ എണ്ണുന്നവർ ഇന്നലകളുടെ അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വിശ്വാസത്തോടെ യാഗപീഠം പണിയുന്നവർ തങ്ങൾ കേട്ട വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറുന്നു. ദൈവം തന്റെ ജനത്തോട് പറയുന്നു, കരിഞ്ഞ കല്ലുകൾ കൊണ്ട് നിങ്ങൾ കരയണ്ട, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതേ കരിഞ്ഞ കല്ലുകൾക്കിടയിൽ നിന്നാണ് വീണ്ടും ആരാധന ആരംഭിച്ചത്. അതേ ചാരത്തിന്മേലാണ് വീണ്ടും യാഗപീഠം ഉയർന്നത്. അതേ സ്ഥലത്താണ് വീണ്ടും സ്തോത്രം മുഴുകിയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിന രാത്രിയിൽ ശത്രു അപഹരിച്ച, ശത്രു നഷ്ടപ്പെടുത്തിയ വർഷങ്ങളുടെ പഴക്കങ്ങൾ കണ്ടുകൊണ്ട് തകർന്ന അനുഭവമായി നീ കരയേണ്ട എന്റെ കുഞ്ഞെ. ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാ. ഞാൻ നിന്നോടും നിന്റെ തലമുറയോടും കുടുംബത്തോടും ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാരത്തിന്മേൽ നിന്നും ജീവൻ സൃഷ്ടിക്കുന്ന ദൈവം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വിധങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസനും കർത്തൃദാസിക്കും ഈ